ഇപ്പോൾ ബിന്ദു വയലശ്ശേരി അവർ ഏകദേശം 340 അത്ര ദിവസം നിരാഹാര സമരം നടത്തി അല്ലേ? നിരാഹാര സമരം നടത്തി ക്ഷീണിച്ച് ആ സമയത്താണ് ഈ ഒത്തുതീർപ്പുണ്ടാകുന്നത്. എന്നിട്ട് ഒരു പിന്നെ ആദിവാസി സ്ത്രീകൾ രാവും പകലും വ്യത്യാസമില്ലാതെ കളക്ട്രേറ്റിൽ പഠിക്കുക അവിടെ കിടന്ന് സമരം നടത്തുമ്പോൾ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ്റിന് അത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുന്നത്? എന്ത് ഗവൺമെൻറ്റുകളാണ് നമ്മുടെ ഗവൺമെൻറ്റുകൾ? അല്ല, ഈ ആദിവാസികൾ, ദലിതർ ഇവരൊക്കെ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അതവിടെ വന്ന് അറ്റൻഡ് ചെയ്ത് ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ഭരണാധികാരികളും ഈ റോട്ടിലൂടെ ഇങ്ങനെ ഒരു ലജ്ജയില്ലാതെ യാത്ര ഉന്നയിക്കാൻ കലക്ട്രേറ്റ് പള്ളിയിലേക്ക് ഇവർ പോകുമ്പോൾ നൂറുകണക്കിന് പോലീസുകാരാണ് അവരെ തടഞ്ഞു നിർത്താനുള്ളത്. എന്തിനാണ് പോലീസിൻ്റെ ഡ്യൂട്ടി എന്നുള്ള മനസ്സിലാക്കേണ്ടത്. ആരാണ് പോകുന്നത്? ഈ 90-100 വയസ്സായ ഗ്രോവാസും സാധുക്കളായ വെൽഫെയർ പാർട്ടിക്കാരും വരെ കൂടെ പോകുമ്പോൾ അവർക്ക് കലക്ടർ ഒന്ന് കാണാൻ പോലും അനുമതി നൽകാതെ പോലീസ് തടഞ്ഞു നിർത്തുകയാണ്. ഇതിൽ ഈ സർക്കാരിൻ്റെ ഒരു ഏറ്റവും അപ്രോച്ച് എന്ന് അറിയണമെങ്കിൽ ക്ലാസിക്കായിട്ടുള്ളൊരു ഉദാഹരണം പറയാൻ കഴിയുന്നത്, ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആദ്യകാലത്ത് 2-3 ആദിവാസി കുട്ടികൾ പോഷകാഹാരരോഗം മരിച്ചു. അപ്പോൾ അന്നത്തെ പട്ടികജാതി പട്ടികവർഗ മന്ത്രി AK ബാലൻ പറഞ്ഞത് ഞങ്ങളുടെ കാലത്തെ ഗർഭമല്ല എന്നത്. അത്ര ഇങ്ങനെ നിസ്സാരം, എത്ര ക്രൂരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കേരളം യഥാർത്ഥത്തിൽ ഭൂമി ഇല്ലാത്ത നാടല്ല. കണക്കുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഭൂമി ഇല്ല എന്ന് പറയുന്നത്, ലഭ്യമല്ല എന്ന് പറയുന്നത് അതൊക്കെ തെറ്റാണ്. കണക്കുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഒരു ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ഉണ്ടെങ്കിൽ ഇതൊരു 6 മാസം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമേ കേരളത്തിലെ ഭൂപ്രശ്നമുള്ളൂ. പാട്ടക്കരാർ ലംഘിച്ച ഭൂമിയുണ്ട്, പാട്ടക്കരാർ കാലാവധി കഴിഞ്ഞ ഭൂമിയുണ്ട്, കയ്യേറ്റ ഭൂമിയുണ്ട്. ചേരിമല പോലെ സ്ഥലത്ത് അളന്നെടുക്കാത്ത ഭൂമി തന്നെ അവിടെ വേറെ കിടക്കുന്നുണ്ട്. സർക്കാരിന് ഇത് പിടിച്ചെടുക്കാൻ കഴിയില്ല, പക്ഷെ കയ്യിലുള്ള ആധുനിക ജന്മിക്ക് ഇത് മുറിച്ച് വെക്കാൻ പറ്റും. പിന്നെ അങ്ങനെയല്ലേ? അതെ, ഏക്കർ കണക്കിന് ഭൂമികൾ, പഴയ പൂട്ടിയ വ്യവസായ സ്ഥാപനങ്ങളുടെ ഏക്കർ കണക്കിന് ഭൂമികൾ നമ്മുടെ നാട്ടിൽ വേറെ കിടപ്പുണ്ട്. സർക്കാർ ഭൂമിയാണ്, സർക്കാർ കണക്കിൽ തന്നെയുള്ള ഭൂമിയാണ്. അങ്ങനെയും കിടപ്പുണ്ട് ഭൂമി. അങ്ങനെ ഭൂമിയുടെ വലിയ തോതിൽ കേരളത്തിൽ ഭൂമി പാഴായി കിടപ്പുണ്ട്. ഇതൊന്നും പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്.